ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തു. തിഹാർ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി നാളെ കേൾക്കാനിരിക്കെയാണ് നടപടി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാട് ചേരുന്നുണ്ട്. ബൽറാം, നാളെ കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി കേൾക്കാനിരിക്കെ ഈ രീതിയിലൊരു നടപടി, ഇതിന് ഏത് രീതിയിൽ വിലയിരുത്തണം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആൻമരിയ, അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ CBI അല്പസമയം മുമ്പ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തിഹാർ ജയിലിൽ എത്തിയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് CBI രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ CBI ആണ് ഈ കേസിൽ, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അന്വേഷണം ഏറ്റെടുത്തത്. തുടർന്ന് അതിലെ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ED പിന്നീട് രജിസ്റ്റർ ചെയ്തത്. ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് കെജ്രിവാളിനെ നേരത്തെ അറസ്റ്റിലായത്. അറസ്റ്റ് ആയ ശേഷം അദ്ദേഹത്തിന് പിന്നീട് ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചിരുന്നു. തുടർന്ന് ഈ ജൂൺ 20 വിചാരണ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി അത് താൽക്കാലികമായി റദ്ദാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ ഘട്ടത്തിൽ എന്നാൽ ഈ ഡൽഹി ഹൈക്കോടതിയുടെ വിധി വന്ന ശേഷം തീരുമാനമെടുക്കാമെന്നും അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കില്ല എന്നും കെജ്രിവാളിനോട് ഈ കോടതി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ഇന്നാണ് ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന്റെ ജാമ്യത്തിനെതിരെ ED സമർപ്പിച്ച ഹർജിയിൽ വിധി പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ജാമ്യത്തിനുള്ള സ്റ്റേ അത് നീട്ടാനുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ വിധി പറയൂ എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. കൂടാതെ വിചാരണ കോടതിക്ക് എതിരായ വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ സുപ്രീം കോടതിയിലുള്ള ഹർജി നാളെ കേൾക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ്. കാരണം ഈ ഡൽഹി ഹൈക്കോടതിയുടെ വിധി ഈ കേസിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് വിചാരണ കോടതി എന്ന ജാമ്യത്തിൽ ഏറ്റവും ജാമ്യം അനുവദിക്കേണ്ട കോടതി തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. അതിനെതിരായ ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു ഘട്ടത്തിൽ നാളെ അദ്ദേഹത്തിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് രാത്രി വൈകിയ ശേഷം ഇത്തരത്തിൽ ഒരു നീക്കം CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹത്തിന്റെ അറസ്റ്റും സമാനമായ രീതിയിൽ നാടകീയമായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തി, പരിശോധനകൾക്കായി വസതിയിൽ എത്തിയ ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അർദ്ധരാത്രിയോടെ അദ്ദേഹത്തെ കസ്റ്റഡിയിലേക്ക് മാറ്റുന്ന നടപടി ഉണ്ടായത്. സമാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ഹർജി കേൾക്കാനിരിക്കെ ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് CBI കെജ്രിവാളിനെ തിഹാർ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഇതേ കേസിൽ ഉൾപ്പെട്ട കവിതയെയും തിഹാർ ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് CBI. സമാനമായ നീക്കം തന്നെ ഈ കേസിലും ഉണ്ടായിരിക്കുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റ് CBI രേഖപ്പെടുത്തിയിരിക്കുന്നു. CBIയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നടപടിക്ക് ഇടയാക്കിയ സാഹചര്യം എന്ത് എന്നതടക്കമുള്ള വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. നേരത്തെ ഈ ഡൽഹി ഹൈക്കോടതിയിൽ കെജ്രിവാളിന്റെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് കേസന്വേഷണത്തെ പോലും ബാധിക്കുമെന്നും കെജ്രിവാൾ ആണ് ഡൽഹി മദ്യനയ അഴിമതി കേസിലെ മുഖ്യ സൂത്രധാരൻ എന്നും അടക്കമുള്ള വാദമുഖങ്ങൾ ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിരുന്നത്. ഒപ്പം തന്നെ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന പരാമർശവും സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കെജ്രിവാളിന് ഈ അഴിമതിയിൽ യാതൊരു തരത്തിലുള്ള പങ്കും ഇല്ല എന്നും അദ്ദേഹത്തിന് വസതിയിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയ ശേഷവും യാതൊരു തെളിവും കണ്ടെത്തിയിട്ടില്ല, പണ ഇടപാട് ആരോപണം മാത്രമാണ് എന്നും മാപ്പ് സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസ് എന്നുമാണ് കെജ്രിവാളിന്റെ വാദം. ഇത്തരത്തിലുള്ള നിയമ പോരാട്ടം തുടരുന്നതിനിടെയാണ് CBI കൂടി കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തു. തിഹാർ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി നാളെ കേൾക്കാനിരിക്കെയാണ് ഈ രീതിയിലൊരു നടപടി വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി.